അച്ഛാ, അച്ഛൻ എന്നെ കാണിക്കുന്നേ? അവൾ ഇനി ജീവിച്ചിരിക്കണ്ട. അച്ഛാ, അവളെ ഞാൻ കൊല്ലും. അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. അച്ഛൻ എങ്ങോട്ട് പോവല്ലേ? മാറിയേക്ക്. എന്നെ തടയാൻ നോക്കരുത്. അച്ഛാ, അച്ഛാ നിക്കച്ഛാ. അച്ഛാ, അച്ഛനെ വിടല്ലേ? അച്ഛനെന്താ അവളെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാൻ പോകണം? പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓഫീസിൽ നിന്നാ അവള് നിങ്ങളെ ഇറക്കി വിട്ടത്. ഇനി എനിക്ക് കോടതിയും ജയിലും എല്ലാം ഒരുപോലെയാ. അച്ഛൻ പറയുന്നതാണ് ശരി. അവരെ ഇനി വച്ചേക്കരുത്, തീർത്ത് കളയണം. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? വെറുതെ ആവശ്യമില്ലാതെ എഴുതിയിൽ എന്നെ ഒഴിക്കല്ലേ. അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയ്ക്ക് ത്യാഗം സഹിക്കാൻ വേണ്ടി തീരുമാനിച്ചത്? കൊല്ലാനാണെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അച്ഛാ, തൽക്കാലം ഞങ്ങളെ കമ്പനി നിറക്കി വിട്ടുന്നേ ഉള്ളൂ. കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലുള്ള ഇവരുടെ ആരുടെ അവകാശം നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ നിന്നും കിട്ടേണ്ട ന്യായമായ ലാഭവിഹിതം എല്ലാവർക്കും കിട്ടും. എന്നിട്ട് ബാക്കിയോ? അതെല്ലാം അവൾക്ക് അല്ലേ? എന്റെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്ത് അതെല്ലാം. ഇനിയും അവളെ വളരാൻ അനുവദിച്ചാൽ അവള് നമ്മുടെ കുടുംബം പോലും തകർക്കും. കൊല്ലാനും ജയിലിൽ പോകാനൊക്കെ എളുപ്പമാണ് അച്ഛാ. അതല്ല നമുക്കിപ്പോ വേണ്ടത്. കൊല്ലാനായിരുന്നെങ്കിൽ ഞങ്ങളാരെങ്കിലും പോയാലും മതിയല്ലോ. എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്റെ കാര്യം വിട്ടേക്ക്. അവൾ ഇല്ലാതായാൽ നിങ്ങൾക്കെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. അച്ഛാ, അച്ഛനാ തോക്ക് ഇങ്ങ് തന്നെ. അച്ഛാ, ഞാനല്ലേ പറയുന്നേ. അച്ഛാ കൊടുക്കച്ഛാ. അച്ഛാ കൊടുക്കച്ഛാ. അച്ഛാ താ അച്ഛാ താ. അച്ഛൻ അവളെ കൊന്നേ മതിയാവുമെങ്കില് ഞങ്ങൾ ആരെങ്കിലും പോയി കൊല്ലാം. വയസ്സായ അച്ഛനെ കൊലപാതകയാക്കി ജയിലിൽ അടച്ചൊന്നൊരു പഴിയേക്കാൻ ഞങ്ങൾക്ക് വയ്യ. അവരെ കൊന്നാ പോരെ, അത് ഞാൻ ചെയ്യാം. മിണ്ടാതിരിക്കുന്നുണ്ടോ? അവൻ കൊല്ലാൻ നടക്കുന്നു. അച്ഛാ, ഏറ്റവും നല്ല വക്കീലിനെ വെച്ച് ഇതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. അതുവരെ കമ്പനി അവള് തന്നെ ഭരിക്കട്ടെ. ഏത് വക്കീല് വന്നിട്ട് എന്താ കാര്യം? എല്ലാവരെയും അവള് പണം കൊടുത്ത് വശത്താക്കൂലേ? അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ വക്കീലന്മാരെയും സ്വാധീനിക്കാനൊന്നും അവൾക്ക് പറ്റില്ല. ഒരു സ്വാധീനത്തിലും വീഴാത്ത വക്കീലന്മാരും ഈ നാട്ടിലുണ്ട്. അതാരാ അങ്ങനൊരു വക്കീല്? അഡ്വക്കേറ്റ് ശ്രീനിവാസ് നരസിംഹൻ.